പ്രിയമുള്ളവരെ, നമുക്കേവർക്കും സങ്കടകരമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനപ്രേമികളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ വാർത്തകൾ. ശരിയാണ്, ഒരുപാട് ആനകൾ നമ്മെ വിട്ടു പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്കൊരിക്കലും മറക്കാനാവാത്ത അഴകിൻ്റെ മഴവിൽ കാവടിയായി നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ സ്വന്തം ഈരാറ്റുപേട്ട അയ്യപ്പനും മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ പറയുന്ന സമയത്ത് ആ ശരീരം പോലും നമ്മുടെ കൺമുന്നിൽ നിന്ന് മാറിയിരിക്കുകയാണ്. അതെ, അസുഖബാധിതനായിരുന്നു. എങ്കിൽ കൂടിയും ഒരു അത്ഭുതം പോലെ എഴുന്നേറ്റ് വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ അതും ഉണ്ടായില്ല. ഈ വാർത്ത അറിഞ്ഞ ആ സമയം ഞങ്ങളും ഈരാറ്റുപേട്ടയ്ക്ക് പോയി അവസാനമായിട്ടൊന്ന് കാണാൻ പോയി, കണ്ടു, പ്രണാമമർപ്പിച്ച് തിരികെ പോന്നു. ഇന്നിപ്പോൾ ഈ മൈക്കിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കാരണം അത് തന്നെയാണ്. കാരണം ഒരുപാട് ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ചുള്ള വർണ്ണനകൾ പറയാൻ സാധിച്ച ഈ സ്റ്റുഡിയോയും ഈ സാഹചര്യവും ഈ മൈക്കുമെല്ലാം മറക്കാനാവാത്തതാണ്. അത്രയേറെ നമുക്ക് മനസ്സിന് ആനന്ദവും സന്തോഷവും നൽകിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. വൈക്കത്തഷ്ടമി ആയാലും തിരുനക്കര പൂരമായാലും ആനയടി പൂരമായാലും പങ്കെടുക്കുന്ന ലൈവ് പ്രോഗ്രാമുകളിലെല്ലാം ഈരാറ്റുപേട്ട അയ്യപ്പനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദവും അനുഭൂതിയുമെല്ലാം വളരെ വലുതായിരുന്നു. അതിനി ആവില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വേദനയുണ്ട്. എങ്കിലും നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടാവുമല്ലോ, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് പുണ്യത്തോടെ ഈ മൈക്കിലൂടെ പറഞ്ഞ ഒരുപാട് വർണ്ണനകൾ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുകയാണ്. പ്രണാമം.